സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. റെക്കോർഡുകൾ ഭേദിച്ച് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ പണം വാരി ചിത്രമായി മാറുകയാണ് ബാഹുബലി 2. ചിത്രം 1000 കോടി നേടുന്ന ആദ്യ ഇന്ത്യൻ സിനിമയാകുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് രാജമൗലിയുടെ അടുത്ത ചിത്രം ഏതാണെന്നറിയാനാണ്. നേരത്തെ ഒരു അഭിമുഖത്തിൽ മോഹൻലാലിന്റെ മഹാഭാരതത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു. മഹാഭാരതം ഒരു മഹാസമുദ്രം പോലെയാണെന്നും 10-100 സിനിമകൾ അതിൽ നിന്നും സൃഷ്ടിക്കാമെന്നും അതൊരിക്കലും തൻ്റെ മാത്രം പ്രോജക്റ്റ് അല്ലെന്നുമായിരുന്നു രാജമൗലി പറഞ്ഞത്. ഇപ്പോൾ താൻ മഹാഭാരത സിനിമയാക്കുന്നുണ്ടെന്ന് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് രാജമൗലി. ഒരു അന്താരാഷ്ട്ര മാഗസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാഹുബലിയുടെ വിജയക്കുതിപ്പിൽ ഉടൻ തന്നെ അടുത്ത ചിത്രം ആരംഭിക്കുകയാണെന്നുള്ള വാർത്തകളെ തള്ളിക്കളയുകയാണ് രാജമൗലി. ഉടൻ തന്നെ അടുത്ത സിനിമ ആരംഭിക്കുകയാണെന്നുള്ള വാർത്തകൾ തെറ്റാണ്. അങ്ങനെ ഒരു പ്രോജക്റ്റും ഇപ്പോൾ നിലവിലില്ല. മഹാഭാരതം ഒഴികെ ഒരു സിനിമയും ഇപ്പോൾ തൻ്റെ മനസ്സിലില്ല. മഹാഭാരതം പക്ഷേ ഒരു 10 വർഷത്തിന് ശേഷമാകും ഒരുക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചിത്രത്തിൻ്റെ കാസ്റ്റിങ്ങിനെ കുറിച്ച് നേരത്തെ തന്നെ രാജമൗലി സംസാരിച്ചിരുന്നു. ചിത്രത്തിൽ നായകനെ ഉൾപ്പെടെ എല്ലാ പ്രധാന കഥാപാത്രങ്ങളെയും പുതുമുഖങ്ങളായിരിക്കും അവതരിപ്പിക്കുക എന്നായിരുന്നു രാജമൗലി അന്ന് പറഞ്ഞത്. ചിത്രത്തിനു വേണ്ടി മറ്റ് സിനിമകൾ കമ്മിറ്റ് ചെയ്യാതെ വർഷങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. അതിന് മുൻനിര താരങ്ങൾ തയ്യാറാവില്ല. അതിനാൽ പുതുമുഖങ്ങളായിരിക്കും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയെന്നും ചിത്രം പുറത്തിറങ്ങുന്നതോടെ അവർ താരങ്ങളായി മാറുമെന്നുമായിരുന്നു രാജമൗലി പറഞ്ഞത്. എന്താണെങ്കിലും മോഹൻലാലിന്റെ മഹാഭാരതം പുറത്തിറങ്ങി വർഷങ്ങൾക്ക് ശേഷം മാത്രമേ രാജമൗലിയുടെ മഹാഭാരതം ആസ്പദമാക്കിയുള്ള സിനിമ പുറത്തിറങ്ങുകയുള്ളൂവെന്ന് ഉറപ്പ്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്